ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചുമ്മാ കണ്ടിരിക്കാതെ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾ ഓപ്ഷൻസ് കറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി നോക്കുക. അതിനുശേഷം പറയുന്ന ആൻസറുമായി ഒത്തു നോക്കുക. അപ്പോൾ ഒരു 50 ക്വസ്റ്റൻ ആണെങ്കിലും 20 ക്വസ്റ്റൻ ആണെങ്കിലും എത്ര ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള ഓപ്ഷൻസ് കാണുമ്പോൾ ഡൗട്ട്സ് ഉണ്ടോ, അതോ എനിക്ക് പഠിച്ചത് കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ മാർക്ക് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയയ്ക്കുക, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിലുള്ള കണ്ടൻറ്റ്സ് കാണണമെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അവിടെ നമ്മുടെ മുൻപത്തെ ചാനലിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോയുമായി ബന്ധപ്പെട്ടതും ബാങ്കിങ്ങുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. കോപ്പറേറ്റീവ് ബാങ്ക്സ് വേർ ബ്രോട്ട് അണ്ടർ ദ ആംബിറ്റ് ഓഫ് ദ റെഗുലേഷൻ ഓഫ് RBI. കോപ്പറേറ്റീവ് ബാങ്കുകൾ RBIയുടെ കീഴിൽ, അതായത് BR ആക്ടിൻ്റെ പരിധിയിൽ വന്നത് എപ്പോൾ തൊട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോൾ തൊട്ടാണ്? ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എന്താണ്? എ 1965 ആണ്, ബി 1966 ആണ്, 1967 ആണ് ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി 1969 ആണ്. ഏതാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1966, ഓപ്ഷൻ സി 1967, ഓപ്ഷൻ ഡി 1969. അറിയാമെന്ന് വിചാരിക്കണോ? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഈ ഒരു പരിധിയിൽ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി 1966 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 1966 കോപ്പറേറ്റീവ് ബാങ്കുകൾ, 65 അതിൻ്റെ ആക്ട് വന്നു, അത് കഴിഞ്ഞ് 66 അത് ശരിക്കും കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നത് കേട്ടോ. 1966 മുതലാണ് പാർട്ട് 5 കൂടി ആഡ് ചെയ്തു. പാർട്ട് 5 56ാമത്തെ സെക്ഷനിലാണ്, BR ആക്ടിൻ്റെ 56ാമത്തെ സെക്ഷനിലാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് ബാങ്കുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നത് സെക്ഷൻ 56 56 പാർട്ട് 5 പാർട്ട് 5 56 സെക്ഷൻ. ഇത് രണ്ടുമാണ് സഹകരണ ബാങ്കുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് 1966 മുതലാണ് നിലവിൽ വരുന്നതെന്ന് ആലോചിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ദോസ് ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ്. ഓപ്ഷൻ എ BR ആക്ട്, ഓപ്ഷൻ ബി RBI ആക്ട്, ഓപ്ഷൻ സി NI ആക്ട്, ഓപ്ഷൻ ഡി നബാർഡ് ആക്ട്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്താണ്? ആരുടെ സെക്കൻഡ് ഷെഡ്യൂളിലുള്ള ബാങ്കുകളെയാണ്, ഏത് ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളായി പരിഗണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ആക്റ്റാണ്? BR ആക്ട് ആണോ, RBI ആക്ട് ആണോ, NI ആക്ട് ആണോ, നബാർഡ് ആക്ട് ആണോ? ഏതാണ് ഉത്തരം? ഉത്തരം കിട്ടിക്കാണോ അല്ലേ? RBI ആക്ട് ആണ് അല്ലേ? RBI ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഇതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. രണ്ടാമത്തെ ലിസ്റ്റിൽ RBI ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളായി പരിഗണിക്കുന്നത്. RBI ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളായി പരിഗണിക്കുന്നത്. മറ്റവയെല്ലാം നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളായിട്ടാണ് പരിഗണിക്കാറ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കണോ? തേർഡ് ക്വസ്റ്റ്യൻ. ദ പ്രൊവിഷൻ ഓഫ് ത്രിഫ്റ്റ്, ക്രെഡിറ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് വെരി സ്മോൾ എമൗണ്ട് ടു ദ പുവർ ഫോർ എനേബിളിംഗ് ദം ടു റേസ് ദെയർ ഇൻകം ലെവൽസ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ക്വസ്റ്റ്യൻ? ത്രിഫ്റ്റ്, ക്രെഡിറ്റ്, പിന്നെ അതർ ഫിനാൻഷ്യൽ സർവീസ് ഓഫ് പ്രോഡക്ട്സ്. ചെറിയ എമൗണ്ട് സാധാരണക്കാർക്ക് ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നത്, അതായത് എന്തിനു വേണ്ടി കൊടുക്കുന്നത്? ടു ഇംപ്രൂവ് ദെയർ ലിവിങ് സ്റ്റാൻഡേർഡ്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തിക്കുന്നത് എന്താണെന്ന്? ഓപ്ഷൻ എ SHG, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഓപ്ഷൻ സി BC, ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ്. എന്താണ് കിട്ടിയോ? ആൻസർ കിട്ടിയോ? SHD ആണോ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണോ, BC ആണോ, മൈക്രോ ഫിനാൻസ് ആണോ? എന്താണ്
ഉത്തരം പറയട്ടെ, മൈക്രോ ഫിനാൻസ് ആണ് കേട്ടോ. ത്രിഫ്റ്റ്, ക്രെഡിറ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് വെരി സ്മോൾ എമൗണ്ട് ടു ദ പുവർ ഫോർ എനേബിളിംഗ് ദം ടു റൈസ് ദെയർ ഇൻകം ലെവൽസ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലൈവ്ലി സ്റ്റാൻഡേർഡ്സ്. ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ചെറിയ രീതിയിലുള്ള സേവിങ്സും ക്രെഡിറ്റും ഫിനാൻഷ്യൽ സർവീസസും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ MSME സെക്ടർ പോലെ മൈക്രോ ഫിനാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതുപോലെ തന്നെയാണ്. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഗൈഡ് ലൈൻസ് ആണ് അതിൽ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്തത് നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് നോംസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ. നോ യുവർ കസ്റ്റമർ എന്ന് വെച്ചാൽ KYC അല്ലേ. നോ യുവർ കസ്റ്റമർ എന്ന് വെച്ചാൽ KYC ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് എന്നതാണ് ചോദ്യം. KYC ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? നരസിംഹം കമ്മിറ്റി, ബേസൽ അക്കോർഡ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, രഘുറാം രാജൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ KYC ഗൈഡ് ലൈൻസ് നോംസ്. ഫസ്റ്റ് വന്നത് ആരുടെയാണ്? റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ നരസിംഹം കമ്മിറ്റി, ഓപ്ഷൻ ബി ബേസൽ അക്കോർഡ്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ഓപ്ഷൻ ഡി രഘുറാം രാജൻ. അപ്പോൾ RBI ആണ്. ഉത്തരം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഉത്തരം എഴുതി നോക്കൂ കേട്ടോ. അപ്പോൾ ഉത്തരം പറയുകയാണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് RBI ആദ്യം അപ്പോയിൻറ്റ് ചെയ്തത് കേട്ടോ. ഇതിനെക്കുറിച്ച്, അതായത് ബേസൽ അക്കോർഡ്സ് ബേസൽ വന്നതിന് ശേഷം ഫസ്റ്റ് RBI ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു KYC ഗൈഡ് ലൈൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്മിറ്റീനെ നിർമ്മിച്ചു. അതിനുശേഷം അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് KYC ഗൈഡ് ലൈൻസ് അപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഈ KYC ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ കള്ളപ്പണം അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറുത്ത് നിൽക്കാനും അതിൽ നിന്നൊരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഈ KYC ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ ബാങ്കറുടെയും കസ്റ്റമറുടെയും റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചത്. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ബെയിലി ബെയിലർ, ഓപ്ഷൻ ബി ലെസ്സർ ലസി, ഓപ്ഷൻ സി പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഓപ്ഷൻ ഡി ഡെപ്റ്റർ ക്രെഡിറ്റർ. ഏത് റിലേഷൻഷിപ്പ് ആയിരിക്കും? ആലോചിച്ച് നോക്കൂ. ലോക്കർ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ് റിലേഷൻഷിപ്പ്? ലെസ്സർ ലെസ്സിയാണ് അല്ലേ. നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സിലും ഇതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. നമ്മുടെ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാത്ത ഭാഗം തന്നെയാണ്. അതൊക്കെ എന്തായാലും വൃത്തിക്ക് പഠിച്ചു പോവുക കേട്ടോ. ലെസ്സർ ലെസ്സിയാണ് കേട്ടോ റിലേഷൻഷിപ്പ്. അതിൻ്റെ ഉത്തരം ലെസ്സർ ലെസ്സിയാണ്. അടുത്തത് വരുന്നത് പ്രൊട്ടക്ഷൻ അണ്ടർ സെക്ഷൻ 131 ഓഫ് NI ആക്ട് ഈസ് അവൈലബിൾ ടു കളക്റ്റിംഗ് ബാങ്ക്. അതെന്താണ്? പ്രൊട്ടക്ഷൻ അണ്ടർ സെക്ഷൻ 131 കളക്റ്റിംഗ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സെക്ഷൻ 131 ഓഫ് NI ആക്ട് കളക്റ്റിംഗ് ബാങ്കർക്ക് കൊടുക്കുന്നത് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എ ഓൺലി ഇഫ് ദ ചെക്ക് ഈസ് ക്രോസ്ഡ്, ഓപ്ഷൻ ബി ഓൺലി ഇഫ് ദ ചെക്ക് ഈസ് നോട്ട് ക്രോസ്ഡ്, ഓപ്ഷൻ സി ഓൺലി ഇഫ് ദ ചെക്ക് ഈസ് ഗിവൺ ബൈ ദ ഡ്രോയർ, നൺ ഓഫ് ദി എബവ്. ഏതായിരിക്കും ഉത്തരം? ആലോചിച്ച് നോക്കൂ. ആൻസർ പറയട്ടെ. ഓൺലി ഇഫ് ദ ചെക്ക് ഈസ് ക്രോസ്ഡ് ആണ് കേട്ടോ. ക്രോസ് ചെയ്ത ചെക്കുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുന്ന സെക്ഷനാണെന്ത്? സെക്ഷൻ 131 കേട്ടോ. കളക്റ്റിംഗ് ബാങ്കർക്കാണ് ആ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആവുക. സെക്ഷൻ 131 പ്രകാരം ക്രോസ്ഡ് ചെക്സിന് മാത്രമേ 131 പ്രകാരം കളക്റ്റിംഗ് ബാങ്കർക്ക് എന്ത് ലഭിക്കുള്ളൂ? പ്രൊട്ടക്ഷൻ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ അവൈലബിൾ ആവുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ചെക്ക് പ്രസൻറ്റഡ് ആഫ്റ്റർ 3 months ഈസ് കോൾഡ് ഡാഷ് ചെക്ക്. എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 3 മാസത്തിന് ശേഷം പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കുകളെ ഏതു പേരിലാണ് അറിയപ്പെടുക? ഓപ്ഷൻ എ ആൻറ്റി ഡേറ്റഡ്, ഓപ്ഷൻ ബി പോസ്റ്റ് ഡേറ്റഡ്, ഓപ്ഷൻ സി സ്റ്റെയിൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, പറയാം. സ്റ്റെയിൽ ചെക്കാണ് അല്ലേ. സ്റ്റെയിൽ ചെക്കാണ്. 3 മാസം കഴിഞ്ഞ് കിട്ടുന്ന പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കുകൾ സ്റ്റെയിൽ ചെക്കുകൾ എന്നാണ് അറിയപ്പെടുക. പോസ്റ്റ് ഡേറ്റഡും ആൻറ്റിഡേറ്റഡും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻറ്റിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കാണ്, പഴയത്. ഇന്ന് എഴുതുന്നുണ്ടെങ്കിൽ പഴയ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ. പോസ്റ്റ് ആണെങ്കിലോ ഇന്നിപ്പോൾ ചെക്ക് എഴുതണോ അടുത്ത മാസത്തെ ഡേറ്റ് ഇടുന്നത്, അത് പോസ്റ്റ് ഡേറ്റഡ് കേട്ടോ. ഓക്കെ.
അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പേഴ്സൺ നെയിംഡ് ഇൻ ദ ചെക്ക് ടു റിസീവ് മണി ഈസ്. പേര് എഴുതിയിട്ടുണ്ട് ചെക്കിൽ അയാളുടെ. അയാളാണ് പൈസ വാങ്ങിക്കേണ്ടത്. ആരാണ് അയാൾ? ഓപ്ഷൻ എ ഡ്രോയി, ഓപ്ഷൻ ബി ഡെപ്പോസിറ്റർ, ഓപ്ഷൻ സി പേയി, ഓപ്ഷൻ ഡി ബാങ്ക്. ആരാണ്? അറിയാമല്ലേ? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചെക്കിൻ്റെ കേസിൽ 3 പാർട്ടിയാണുള്ളത്: ഡ്രോയർ, ഡ്രോയി, പേയി. അപ്പോൾ ഈ പേയി ഈസ് ദ പേഴ്സൺ. ആരാണോ കാശ് വാങ്ങാൻ പോകുന്നത്, ആരുടെ പേരാണോ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് കാശ് വാങ്ങാൻ അർഹനാണെന്ന് പറഞ്ഞ് അയാളാണ് പേയി. അപ്പോൾ ഡ്രോയർ ആരാണോ ചെക്ക് എഴുതുന്നത് അയാളാണ് ഡ്രോയർ. ആരാ ഡ്രോയി? ഡ്രോയി ഓൾവേസ് ദ ബാങ്കാണ് അല്ലേ? ബാങ്കറാണ് അവിടെ ഡ്രോയി ആയി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസ് കഴിഞ്ഞു. അടുത്ത വിഷയം നോക്കാം. ഇൻ ദ കേസ് ഓഫ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിളിൻ്റെ കേസിൽ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ്. ഇൻ ദ കേസ് ഓഫ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിളിൻ്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? സേഫ് കസ്റ്റഡിയാണ്. നേരത്തെ നമ്മൾ ലോക്കർ കണ്ടു അല്ലേ? ഇത് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾ ആണ്. ഓപ്ഷൻ എ പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഓപ്ഷൻ ബി ബെയിലി ബെയിലർ, ഓപ്ഷൻ സി ലെസ്സർ ലെസ്സി, ഓപ്ഷൻ ഡി ലെസ്സി ലെസ്സർ. എന്താ സംഭവം? ഓർമ്മയുണ്ടോ? പ്രശ്നങ്ങളാണോ? 8ാമത്തെ എഴുതി നമ്മൾ ടിക്ക് ചെയ്തു. ഇപ്പോൾ 9ാമത്തേലേക്ക് കടന്നു. 9ാമത്തെ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾ ആകുമ്പോൾ എന്താ? ബെയിലി ബെയിലർ കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ ബാങ്കിങ്ങിൻ്റെ PYQയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബെയിലി ബെയിലറിനെ കുറിച്ചൊക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് വാലിഡ് ഫോർ എ പീരിയഡ് ഓഫ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കാലാവധി എത്ര നാൾക്കാണ്? ഒരു ചെക്കിൻ്റെ കാലാവധി എത്രയാണ്? 3 months ആണ് അല്ലേ? അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ കാലാവധി എന്താണ്? 3 months ആണ് പറയുന്നത് കേട്ടോ. ചെക്കിൻ്റെ കാലാവധി അതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കാലാവധി സെയിം തന്നെയാണ്. ഇറ്റ്സ് എ വാലിഡ് ഫോർ എ പീരിയഡ് ഓഫ് 3 months. ഓക്കെ, നെക്സ്റ്റ് 11. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 131 ഓഫ് NI ആക്ട്, എ കളക്ടിംഗ് ബാങ്കർ ഗെറ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓൺലി ഫോർ. എന്തിന് മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ? ഓപ്ഷൻ എ ഓർഡർ ചെക്സ്, ഓപ്ഷൻ ബി പോസ്റ്റഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ സി ക്രോസ്ഡ് ചെക്ക്, നൺ ഓഫ് ദീസ്. ഉത്തരം കിട്ടിക്കാണും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ ക്രോസ്ഡ് ചെക്ക് അല്ലേ? അപ്പോൾ പഠിച്ചു വെക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു സെക്ഷൻ 131 കളക്ടിംഗ് ബാങ്കർ ഗെറ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓൺലി ഫോർ ക്രോസ്ഡ് ചെക്ക്. ഓക്കെ, നെക്സ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. എന്നാണ് NI ആക്ട് നിലവിൽ വരുന്നത്? ഓക്കെ, കിട്ടിയോ? മാർച്ചിൻ്റെ കളിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? 1 March 1882 കേട്ടോ. 1881 നിയമം വന്നു, 1882 പ്രാബല്യത്തിലായി കേട്ടോ. 1 March 1882 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 March 1882. 1 March 1882. Next question, when a banker accepts valuables for safe custody, the banker become. സേഫ് കസ്റ്റഡി ഇപ്പോൾ നമ്മൾ സംസാരിച്ചതാണ് സേഫ് കസ്റ്റഡീനെ കുറിച്ചിട്ട് അല്ലേ? ഇത് കണ്ടോ, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് സെയിം തന്നെ, വാല്യുബിൾ സേഫ് കസ്റ്റഡി. ഇവിടെ ബെയിലി ബെയിലർ പറഞ്ഞതാണ്. ബാങ്കർ ആരാണ് എന്നാണ് ചോദ്യം. ബാങ്കർ ആരാണ്? ബെയിലി ബെയിലർ, ബാങ്കർ കസ്റ്റമർ. അപ്പോൾ ബാങ്കർ ഇവിടെ ആരാണ്? ബെയിലി അല്ലേ? ബെയിലിയാണ് ബാങ്കർ. സേഫ് കസ്റ്റഡി വരുമ്പോൾ, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് വരുമ്പോൾ ബെയിലി. അതേപോലെ തന്നെ സേഫ് കസ്റ്റഡിയിൽ എന്തും വരാറുണ്ട്? ട്രസ്റ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കുകയാണ്, അപ്പം അങ്ങനെയും, അതായത് ട്രസ്റ്റി ആയിട്ടും ബാങ്ക് പ്രവർത്തിക്കാറുണ്ട് കേട്ടോ. എ ബാങ്കർ ഈസ് ബൗണ്ട് ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് വിത്ത് ഈസ്. ഒരു ബാങ്കർ കസ്റ്റമേഴ്സിൻ്റെ ചെക്ക് ഹോണർ ചെയ്തത് എത്ര നാൾക്കുള്ളിൽ സമർപ്പിക്കേണ്ട ചെക്കുകളാണ് ഹോണർ ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്തമുള്ളത്? എത്ര നാൾക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട ചെക്കുകളാണ്? അതായത് അതിൻ്റെ കാലാവധി എത്രയാണെന്ന് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ 12 months, ഓപ്ഷൻ ബി 6 months, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഉത്തരം എളുപ്പമാണല്ലോ അല്ലേ? 3 months അല്ലേ? 3 മാസം കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേൽ ചെക്കായില്ലേ? പിന്നെ അത് കസ്റ്റമർ ഓണർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ബാങ്കിന് പുലിവാല് പിടിച്ച് വയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവരത് മടക്കും. ഓക്കെ, ആൻ എൻഡോസർ ഈസ് വാലിഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ ഡാഷ് എൻഡോഴ്സ്മെൻറ്റ്. ഒരു എൻഡോഴ്സ്മെൻറ്റ് വാലിഡ് ആവണമെങ്കിൽ അത് ഏത് തരത്തിലുള്ള എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ മാത്രമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ സ്പെഷ്യൽ, ഓപ്ഷൻ ബി റെഗുലർ, ഓപ്ഷൻ സി ബാങ്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓക്കെ, ഏതാണ്? റെഗുലർ ആണ് അല്ലേ?
റെഗുലർ എൻഡോഴ്സ്മെൻറ്റ് കേട്ടോ. ഓക്കെ, ആൻ എൻഡോഴ്സ്മെൻറ്റ് ഈസ് വാലിഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ റെഗുലർ എൻഡോഴ്സ്മെൻറ്റ്. ആൻ എൻഡോഴ്സ്മെൻറ്റ് ഈസ് വാലിഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ regular endorsement. Next question, the drawer of a check is mentioned the date subsequent to the date on which it is drawn. It is called. Drawer of a check is mentioned the date subsequent to the date on which it is drawn. It is called. അത് ഏത് തരത്തിലുള്ള ചെക്കാണെന്ന് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരം അടയാളപ്പെടുത്താം. കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് കേട്ടോ. The drawer of the check is mentioned the date subsequent to the date on which it is drawn എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ്. ട്രേഡേഴ്സിന് ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് സ്കീം ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ, റിക്കറിംഗ് ആണോ, കറണ്ട് ആണോ, സേവിങ്സ് ആണോ? ട്രേഡേഴ്സിന് പ്രധാനമായിട്ട് ട്രേഡേഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വേണം, ഫണ്ടുകൾ വരണം പോകണം. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ കൂടുതൽ കുറച്ച് പൈസ ആവശ്യമാണ്. അപ്പോൾ അവർക്കത് പിൻവലിക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ് അല്ലേ. അപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പിന്നെ മാത്രമല്ല കറണ്ട് അക്കൗണ്ട് നോൺ ട്രേഡേഴ്സിന് കൊടുക്കാറുമില്ല, ട്രേഡേഴ്സിന് തന്നെയാണ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡോക്യുമെൻറ്റ് ഡ്രോൺ ബൈ ദ ഡെറ്റർ കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ആ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടി കിട്ടും. ടു പേ ദ സം, എന്തിന്? ടു ദ ക്രെഡിറ്റർ, മണി ടു ദ ക്രെഡിറ്റർ. ഡെറ്റർ തയ്യാറാക്കണതാണ് ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കാനുള്ളത്. അപ്പം ഏതാ സംഭവം? കിട്ടിക്കാണും അല്ലേ. ഓപ്ഷൻസ് വായിക്കേണ്ട കാര്യം കൂടി ഇല്ല, എന്നാലും വായിക്കാം. ഓപ്ഷൻ എ പ്രോമിസറി നോട്ട്, ഓപ്ഷൻ ബി ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ഡി ക്രോസ്ഡ് ചെക്ക്. ഏതാണ് ഉത്തരം എന്നറിയാം. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താം. പ്രോമിസറി നോട്ടാണ് കേട്ടോ. ഓക്കെ, എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്ട്സ്. ഒരു നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു ചെക്കിൻ്റെ എന്തിനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്ട്സ് ഇറ്റ്സ് എന്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യണത്? നെഗോഷ്യബിലിറ്റി, നോട്ട് ട്രാൻസ്ഫറബിലിറ്റി. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നുള്ളത് തന്നെ ഒരു വാണിംഗ് ആണെന്ന് നമ്മൾ അന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അതായത് ഒരു വാണിംഗ് ആണ്. ഇത് അധികം എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ നെഗോഷിയേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്ട്സ് ഇറ്റ്സ് നെഗോഷ്യബിലിറ്റി, നോട്ട് ട്രാൻസ്ഫറബിലിറ്റി. ട്രാൻസ്ഫർ ചെയ്യാം കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്ട്സ് നെഗോഷ്യബിലിറ്റി ഓൺലി. ട്രാൻസ്ഫറബിലിറ്റി പ്രശ്നമുണ്ടോ? ഇല്ല, ട്രാൻസ്ഫർ ചെയ്യാം, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോസ് ബാങ്ക്സ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡാഷ് ആർ കാൾഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. RBI ആക്ടിൽ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് എന്ത്? ഷെഡ്യൂൾഡ് ബാങ്കുകളെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ദ ബാങ്കിങ് കമ്പനീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് റീനെയിംഡ് ആസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കിയ വർഷം ഏതാണ്? 1966 ആണോ, 65 ആണോ, 52 ആണോ, 49 ആണോ? ഏതാ വർഷം? 1966. കോപ്പറേറ്റീവ് ബാങ്കിന് അപ്ലിക്കബിൾ ആയ വർഷം തന്നെയാണ്. പേര് മാറ്റണതും മേജർ അമെൻമെൻറ്റ് വന്ന സമയമാണത്. അപ്പം തന്നെയാണ് പേര് മാറ്റണത് കേട്ടോ. ഈ അടുത്ത ക്വസ്റ്റ്യൻ, മണി മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ. മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യണതും ആരാണെന്ന് പറയൂ? സെബി ആണോ, ക്ലിയറിംഗ് ഹൗസ് ആണോ, RBI ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആരാണ്? മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ് അല്ലേ. ഓക്കെ, തെറ്റരുത്. മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. നമ്മുടെ മണീനെ ഫുള്ള് ഉണ്ടാക്കണത് RBI അല്ലേ. അപ്പോൾ അത് ഓർത്താൽ മതി. അടുത്തത്, എ ബാങ്ക് ഷുഡ് നോട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ്. ആരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങില്ല എന്നാണ് പറയുന്നത്? മൈനറാണോ, മൈനറുടെ പേരിലൊക്കെ തുടങ്ങുമല്ലേ. 10 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അത് 10 വയസ്സ് വരെയുള്ള അക്കൗണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഗാർഡിയൻ്റെ പേരിൽ ആണ് ഓപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. റെസ്ട്രിക്ഷൻസൊക്കെ ബാങ്കുകൾ വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ. അതുകൊണ്ട് മൈനർ, മാരീഡ്, അൺഡിസ്ചാർജ്ഡ്, ഇൻസോൾവെൻറ്റ്, നൺ ഓഫ് ദിസ്. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അൺഡിസ്ചാർജ്ഡ് പാപ്പരായ ആൾക്കാരുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങാത്തത്. ഓക്കെ, അവർക്ക് ലോണൊന്നും അവൈലബിൾ അല്ല കേട്ടോ. അടുത്തത് സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ, NPA മീൻസ്. NPA എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പെർഫോമിംഗ് അസറ്റ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, എ ബാങ്കർ റിവീൽസ് ദ സീക്രട്ട് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് എ ഫെല്ലോ ബാങ്കർ. ഇറ്റ്സ് കോൾഡ്. ബാങ്കർ വെളിപ്പെടുത്തുന്നു. എന്താ വെളിപ്പെടുത്തുന്നത്? ഒരു കസ്റ്റമറുടെ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള സീക്രട്ട് വെളിപ്പെടുത്തുന്നു. അത് ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? ഒരു ഫെല്ലോ ബാങ്കർക്കാണ്. നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ബാങ്ക് പറഞ്ഞു തരുമോ? ഇല്ല. പക്ഷേ ഫെല്ലോ ബാങ്കർക്കും അതുപോലെ തന്നെ ഓതറൈസ്ഡ് ഏജൻസീസ്, പോലീസോ അല്ലെങ്കിൽ അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ കോർട്ട് ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തരില്ല എന്ന് പറയാൻ പറ്റില്ല. ബാങ്കർക്ക് തീർച്ചയായിട്ടും പറയണം. അത് ലീഗലി അസൈൻഡ് ആയിട്ട് വരികയാണെങ്കിൽ അത് ലീഗൽ കോർട്ടസി. പക്ഷേ ഫെല്ലോ ബാങ്കർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്കേഴ്സ് കോർട്ടസി എന്നാണ് അറിയപ്പെടുക കേട്ടോ. എന്താണ് ഉത്തരമായിട്ട് വരിക? ബാങ്കേഴ്സ് കോർട്ടസി. ലീഗൽ സെൻസിലാണെങ്കിൽ അത് ലീഗൽ കോർട്ടസിയാണ് കേട്ടോ. നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. കോർട്ടിൽ നിന്നൊക്കെ ഓർഡറൊക്കെ വന്നിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ. ഇത് ഫെല്ലോ ബാങ്കർ. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾക്ക് ലോൺ കൊടുത്തു, അപ്പോൾ അയാളുടെ ഒരു ഹിസ്റ്ററി അറിയണമെങ്കിൽ മറ്റേ വേറെ ഫെല്ലോ ബാങ്കർ ചോദിക്കുകയാണ്, ഇന്നയാൾ പ്രശ്നക്കാരനാണോ, ലോൺ കൊടുത്താൽ ശരിയാവുമോ, അത്രയും വലിയൊരു എമൗണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കസ്റ്റമർ ആണല്ലോ എന്ന ഒരു വിവരം അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ കൈമാറുന്നതാണ് ബാങ്കേഴ്സ് കോർട്ടസി കേട്ടോ. ഓക്കെ. അപ്പോൾ റിവീൽ ചെയ്യുമ്പോഴും അവരത് സ്വകാര്യമായി വെക്കും. അതാണ് ബാങ്കേഴ്സ് കോർട്ടസി. ബാങ്കിന് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ട് അല്ലേ, എപ്പോഴും ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയണത്. അപ്പോൾ അതങ്ങനെ പൊതുവായിട്ട് കൊടുക്കില്ല. അത് വളരെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ അവർ അത് ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഡാഷ് എൻഡോഴ്സ്മെൻറ്റ് വാണ്ട്സ് ദ എൻഡോസി ദാറ്റ് ദ എൻഡോസർ ഈസ് ആൻ ഏജൻറ്റ് വിത്ത് ലിമിറ്റഡ് അതോറിറ്റി. ഓക്കെ. ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ് പറഞ്ഞത്? ഇതൊരു ഏജൻ്റാണ്, ലിമിറ്റഡ് അതോറിറ്റിയുള്ള ഏജൻ്റാണെന്ന് വാൺ ചെയ്യുന്നുണ്ട് എൻഡോഴ്സിന്. എൻഡോഴ്സർ ഒരു ഏജൻ്റാണ്, ലിമിറ്റഡ് അതോറിറ്റിയുള്ള ഏജൻ്റാണ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റിലാണ് എന്ന് നോക്കാം. സാൻസ് റീകോസ് ആണോ, ഫാക്കുൾട്ടേറ്റീവ് ആണോ, പെർപ്രോ ആണോ, പാർഷ്യൽ ആണോ? ഏതാണ്? എൻഡോഴ്സ്മെൻ്റൊക്കെ നമ്മൾ മുൻവർഷ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പെർപ്രോ ആണ് അല്ലേ? പെർപ്രോ ആണ് ഏജൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏജൻറ്റ് വിത്ത് ലിമിറ്റഡ് അതോറിറ്റി എന്ന് പറയണത് ഏജൻ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അതാണ് പറയണം. ഓക്കെ. 27, ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇല്ലീഗൽ ഫണ്ട്സ് ആൻഡ് അസറ്റ്സ് വർ കൺവേർട്ടഡ് ഇൻ ടു ലെജിറ്റിമേറ്റ് ഫണ്ട് ആൻഡ് അസറ്റ്സ്. നമുക്കറിയണ കാര്യം. മണി മിൻറ്റിംഗ് ആണോ, മണി ലോണ്ടറിങ് ആണോ, മണി ട്രാൻസ്ഫറിങ് ആണോ, മണി മാർക്കറ്റിംഗ് ആണോ? മണി ലോണ്ടറിങ് ആണ് അല്ലേ. ഇല്ലീഗൽ ഫണ്ട്സ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ലെജിറ്റിമേറ്റ് ആക്കുക. അതായത് കള്ളപ്പണത്തിന് ലെജിറ്റിമേറ്റ് നല്ല സോഴ്സത്തെ ഫണ്ടാക്കുക. നമ്മൾ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, സെയിം തിങ്. അതാണ് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും കിട്ടിക്കാണും. അടുത്തത് ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെക്ഷൻ NA ആക്ടിൽ എന്താണ് പറയണത് എന്നാണ് പറയുന്നത്. ഹോൾഡർ എത്ര സെക്ഷൻ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, അങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് താഴോട്ടായിട്ട്. ഹോൾഡർ 8 അല്ലേ, 8 ഹോൾഡർ കേട്ടോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് കടന്നു വരുന്ന മേഖലയാണ്. PSC ആയാലും നമ്മളെ CSEB ആയാലും കേട്ടോ. വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാം. കുറച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. നമുക്കത് ഒരുമിച്ചൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് നമുക്ക് വലിയൊരു സീരീസ് പോലെ ചെയ്യാം. ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഡിഫൈൻഡ് ഇൻ എ സെക്ഷൻ ഏതിലാണ്? 8 പറയുന്നത് കേട്ടോ. 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഓൺ ബിഹാഫ് ഓഫ് എ ഡിസോണേർഡ് ബിൽ. ഒരു ഡിസോണേർഡ് ബില്ലിൻ്റെ എതിരെ അല്ലെങ്കിൽ നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെ എന്താണ് വിളിക്കുന്നത്? അലോഞ്ച് ആണോ, ഗാർണിഷ് ആണോ, പ്രൊട്ടസ്റ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? പ്രൊട്ടസ്റ്റ് ആണ് അല്ലേ. എന്താ ഉത്തരം? പ്രൊട്ടസ്റ്റ് കേട്ടോ. ഗാർണിഷ് നമുക്കറിയാം, ഇതൊരു കോർട്ടിൽ നിന്ന് വരുന്ന ഓർഡറാണ് അല്ലേ. പിന്നെ അലോഞ്ച് സെപ്പറേറ്റ് പേപ്പർ എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല വെച്ചാൽ പിന്നെ സെപ്പറേറ്റ് പേപ്പർ അഡീഷണൽ ഷീറ്റ് വെക്കണതിനാണ് നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് വെക്കുന്ന ഇതിനാണ്, പീസ് ഓഫ് പേപ്പറിനെയാണ് അലോഞ്ച് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് യോനോ ക്യാഷ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ഫെഡറൽ ബാങ്ക്, ഓപ്ഷൻ ബി ICICI ബാങ്ക്, ഓപ്ഷൻ സി IDBI ബാങ്ക്, ഓപ്ഷൻ ബി SBI ബാങ്ക്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. യോനോ ക്യാഷ് ആരുടെയാണ്? SBIയുടെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യനെ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാങ്കിങ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന 30 ക്വസ്റ്റ്യൻ, ഇതുവരെ നമ്മുടെ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒക്കെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ സിമ്പിളായ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് തന്നെയാണ് കേട്ടോ. നമ്മുടെ CSEB ക്വസ്റ്റ്യൻസിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത്
ആദ്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി മനസ്സിലാക്കുക, എന്താണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത്. കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫുൾ കണ്ടൻറ്റ് പഠിക്കുക. ഓക്കെ, അല്ല ക്വസ്റ്റ്യൻ പേപ്പർ അറിയാതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ് പ്രധാനം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കറണ്ട് അഫെയർസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കറണ്ട് അഫെയർസ് നന്നായി പഠിക്കണം. എല്ലാ മേഖലയും നമ്മൾ ഉൾക്കൊള്ളിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്കല്ല, ഓരോ അതാത് മേഖലയിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാലല്ലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. ഫുൾ മാർക്കിന് വേണ്ടിയല്ലല്ലോ നമ്മൾ പഠിക്കണേ, നമുക്ക് ലിസ്റ്റിൽ ഒരു നല്ല ലെവലെത്താൻ. ഓക്കെ, കട്ട് ഓഫ് മറികടക്കാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫെയർസ് ഒന്ന് ഓടിച്ചു പോകാം കേട്ടോ. കറണ്ട് അഫെയർസ് നന്നായി കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ച് വായിക്കുക. എന്തും ചെയ്യാം നിങ്ങളുടെ സമയമുള്ള പോലെ. അത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും അല്ലേ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കേൾക്കണവർ കേൾക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ആൻസർ അല്ല എത്ര മാർക്കുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റണവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ മെയ് 28, ഓപ്ഷൻ ബി മെയ് 30, ഓപ്ഷൻ സി മെയ് 29, ഓപ്ഷൻ ഡി മെയ് 31. എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം? എന്നാണ് മെയ് 31 കേട്ടോ, മെയ് 31. അപ്പോൾ ഈ വർഷത്തെ 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് നോക്കാം. പുകയില നിരോധിക്കുക, പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക, നമുക്ക് ഭക്ഷണമാണ് വേണ്ടത്, പുകയിലയല്ല, പുകയില നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണി. ഏതാണ് 2024 പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം? അറിയോ? പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വർഷത്തെ. ഇപ്പോൾ കുട്ടികളെ തന്നെയാണല്ലോ കൂടുതൽ ഇരകളാക്കുന്നത് മിക്ക ഫീൽഡിലും, അപ്പോൾ അത് ഏതായാലും. അപ്പോൾ അതുകൊണ്ട് പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 മെയ്യിൽ പരീക്ഷണം വിജയിപ്പിച്ച സൂപ്പർസോണിക് മിസൈൽ രുദ്ര 2 ഏത് രാജ്യത്തിൻ്റേതാണ്? രുദ്ര 2 എന്താണ്? ഒരു സൂപ്പർസോണിക് മിസൈലാണ്. അത് ഏത് രാജ്യത്തിൻ്റെയാണെന്ന്? ഓപ്ഷൻ എ റഷ്യ ആണോ, ഓപ്ഷൻ ബി സിംഗപ്പൂർ ആണോ, ഓപ്ഷൻ സി ഇന്ത്യ ആണോ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് ആണോ എന്നാണ്. സൂപ്പർസോണിക് മിസൈൽ രുദ്ര 2 ആരുടെയാണ്? രുദ്ര നമ്മുടെ തന്നെയാണ് അല്ലേ, ഇന്ത്യയുടെ തന്നെയാണ് കേട്ടോ. രുദ്ര 2 ആരുടെ തന്നെയാണ്? ഇന്ത്യയുടെ തന്നെയാണ് കേട്ടോ. സൂപ്പർസോണിക് മിസൈലാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. രുദ്ര 2 ഇന്ത്യയുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയതാണ് കേട്ടോ. 2024 ഏത് സ്ഥാപനത്തിനാണ് വിവരാവകാശ നിയമം ബാധകമാണെന്ന് വിവരാവകാശ നിയമം 2005 പ്രകാരം പൗരന്മാർക്ക് വിവരം നൽകുന്നതിനുള്ള ബാധ്യതയുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടത്? ഏത് സ്ഥാപനത്തിനാണെന്നാണ് കേട്ടോ. കേരള ഗ്രാമീൺ ബാങ്ക് ആണോ, കേരള ബാങ്ക് ആണോ, കാർഷിക ഗ്രാമവികസന ബാങ്ക് ആണോ, അതോ ഇവയ്ക്കെല്ലാം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടോ? എന്താണ് ഉത്തരമായിട്ട് വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആൻസർ പറയട്ടെ, നമ്മുടെ കേരള ബാങ്കിനാണ് കേട്ടോ. കാരണം വിവരാവകാശ നിയമപ്രകാരം ഡാറ്റകൾ കൊടുക്കാനുള്ളത് ഒക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ് 2005 വിവരാവകാശ നിയമപ്രകാരം. അപ്പോൾ അത് ആർക്കും ബാധകമാണ്, കേരള ബാങ്കിനും ബാധകമാണ്. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസോട്, നമ്മൾ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയില്ലേ, കേരള ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസോട് കൂടി തന്നെയാണ് ആരും പ്രവർത്തിക്കുന്നത്, കേരള ബാങ്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് നൽകുന്നതിനുള്ള തടഞ്ഞു വയ്ക്കാനോ ഒന്നും പറ്റില്ല. ഏത് വിവരം വേണമെങ്കിലും പൗരന്മാർക്ക് കൊടുക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് അടുത്തിടെ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിറക്കിയിരുന്നു കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അത് കേരള ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട കാരണമാണ് ജസ്റ്റ് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചാർമിനാറും കാകതീയ രാജവംശത്തിൻ്റെ കമാനവും ഏതു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മുദ്രയിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി തെലുങ്കാന, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കർണാടക. ഏത് സംസ്ഥാനത്തിൻ്റെ ആയിരിക്കും? ചാർമിനാറും കാകതീയ രാജവംശത്തിൻ്റെ കമാനവും എവിടെയാണ്? തെലുങ്കാനയിലാണ് കേട്ടോ. തെലുങ്കാന സർക്കാരിൻ്റെ, നമ്മുടെ കേരള സർക്കാരിന് ആനയും ആ സംഭവമില്ലേ നമ്മുടെ റൗണ്ട് പോലത്തെ, നമുക്കൊരു കേരള
ഗവൺമെൻറ് ഓഫ് കേരള എന്നെഴുതിയ പോലെ ഗവൺമെൻറ് ഓഫ് തെലുങ്കാന എന്നെഴുതുമ്പോൾ ചാർമിനാറും കാകതീയ രാജവംശത്തിൻ്റെ കമാനുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രാധാന്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ തെലുങ്കാന സർക്കാർ പറഞ്ഞത് ഇത് ഒഴിവാക്കണം എന്നാണ് കേട്ടോ. തെലുങ്കാന സർക്കാർ ഇപ്പോൾ ഇറക്കിയ ഒരു സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ചാർമിനാറും കാകതീയ രാജവംശത്തിൻ്റെ കമാനവും അവരുടെ ഔദ്യോഗിക മുദ്രയിൽ നിന്നും നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. നീക്കം ചെയ്യണം എന്നും അവരുടെ ത്യാഗം അല്ലെങ്കിൽ അവരുടെ കുറച്ചും കൂടി ത്യാഗത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നു പറഞ്ഞിട്ട് പുതിയ ഔദ്യോഗിക മുദ്ര പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ് കേട്ടോ. ചാർമിനാറും കാകതീയ രാജവംശത്തിൻ്റെ കമാനവും ഒഴിവാക്കിയിട്ട് പുതിയ ഔദ്യോഗിക മുദ്ര കൊണ്ടുവന്നത് തെലുങ്കാന സർക്കാരാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഏത് രാജ്യമാണ് 2024 ജൂലൈയിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പാർലമെൻറ്റ് പിരിച്ചുവിട്ടത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി സ്പെയിൻ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഏതാണ്? ജൂലൈയിലാണ് പൊതു തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട്, അതിന് മുമ്പ് തന്നെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. ബ്രിട്ടനാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ വംശജനായിരുന്നു അവിടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അടുത്തത് അഗ്നികുൽ കോസ്മോസ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഗ്നികുൽ കോസ്മോസ് ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള? ശ്രീലങ്കയാണോ, സിംഗപ്പൂരാണോ, ഇന്ത്യയാണോ, റഷ്യയാണോ? ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീലങ്കയാണോ, സിംഗപ്പൂരാണോ, ഇന്ത്യയാണോ? ഇന്ത്യ തന്നെയാണ് കേട്ടോ. അഗ്നികുൽ കോസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മിസൈൽ പോലത്തെ സംഭവം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുത്തിടെ വിക്ഷേപണം വിജയകരമായിട്ട് വിക്ഷേപിച്ചിരുന്നു. ഇതിനു മുമ്പ് ഇത് രണ്ടാമത്തെ പ്രൈവറ്റാണ്. കാരണം ഇതിനു മുമ്പ് വിക്രം എന്ന് തന്നെയാണ് തോന്നുന്നു പേര് കേട്ടോ. വിക്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റത്തെ ഒരു ഇത് ഈ പറഞ്ഞ പോലെ വിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെയാണ് അഗ്നികുൽ കോസ്മോസ് കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ ജസ്റ്റ് നമ്മളോ നാഷണലാണ് കൂടുതൽ ചോദിക്കാറ്. നാഷണലും ഇൻ്റർനാഷണലും ചിലപ്പോൾ കടന്നു വരാം. അപ്പോൾ നാഷണൽ ഡേയ്സും ഇൻ്റർനാഷണൽ ഡേയ്സും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എങ്ങാനും ചിലപ്പോൾ കടന്നു വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ എന്നാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം? ഓക്കെ. ജൂൺ 23 ജൂൺ 24 ജൂൺ 25 ജൂൺ 26 ജൂൺ 26 കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുണൈറ്റഡ് നാഷണൽ ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിയന്നയാണോ, ഹേഗാണോ, പാരീസാണോ, ലണ്ടനാണോ? വിയന്നയാണ് കേട്ടോ. ഇവരുടെ ആസ്ഥാനം വിയന്ന. യുണൈറ്റഡ് നാഷണൽ ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം. അതിന് പ്രാധാന്യം എന്താ വെച്ചാൽ നമ്മുടെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമൊക്കെ നടത്തുന്നത് ഇവരാണ് കേട്ടോ. യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന സംഘടനയാണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പും പരിപാടിയും ഇതിൻ്റെ ടാഗ് തീരുമാനിക്കുന്നതും പ്രമേയം അവതരിപ്പിക്കുന്നതൊക്കെ അവരാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിനൊരു പ്രാധാന്യം വന്നത് കേട്ടോ. ഓക്കെ. 2024 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ്. ജീവൻ രക്ഷിക്കാൻ മയക്കുമരുന്നിനെ സംബന്ധിച്ച വസ്തുതകൾ പങ്കുവയ്ക്കുക, മികച്ച പരിചരണത്തിനായി മികച്ച അറിവ്, ലഹരിയെക്കുറിച്ചല്ല ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. ഏതാണ് 2024 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് നോക്കാം. ഏതാണ്? തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് കേട്ടോ. ഓക്കെ. തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ 2024 പ്രമേയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ നഗരം കോട്ടയമാണോ, തൃശ്ശൂരാണോ, തിരുവനന്തപുരത്താണോ, കോഴിക്കോടാണോ? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. ഓക്കെ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ അയൽക്കൂട്ടം അംഗങ്ങളുടെ വാർഷിക വരുമാനം കുറഞ്ഞത് 1 ലക്ഷം വർഷത്തിൽ 1 ലക്ഷം രൂപയെങ്കിലും ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ഓപ്ഷൻ എ ഹമാരി സിന്ദഗി, ഓപ്ഷൻ ബി ഹമാരി സുരക്ഷ, ഓപ്ഷൻ സി ലാഖ്പതി ദീദി, ഓപ്ഷൻ ഡി സുരക്ഷിത ഭാവി. ഏതാണ് ഉത്തരമായിട്ട് വരിക? 1 ലക്ഷം ആക്കാനാണല്ലോ. അപ്പോൾ ലാഖല്ലേ, ലാഖ്പതി ദീദി കേട്ടോ. ലക്ഷം ആക്കാനാണ്, 1 ലക്ഷം രൂപയാക്കണം. അപ്പോൾ ലാഖ്പതി ദീദി ഇതിൽ തന്നെ പേരിൽ തന്നെ അതിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ആരുടെ നോവലാണ് ചിത്രലേഖ? ആരുടെ നോവലാണ് ചിത്രലേഖ? പി വത്സല, എം ലീലാവതി, സാറ ജോസഫ്, കെ ആർ മീര.
അതായത് ഇപ്പം അടുത്ത് അന്തരിച്ച പി വത്സലയുടെ കൃതിയാണ് കേട്ടോ ചിത്രലേഖ. അവരുടെ അവസാനത്തെ കൃതിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലുള്ള കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ തൊട്ടാണ് നമ്മൾ നോക്കണത് കേട്ടോ. ജൂൺ തൊട്ടുള്ളത് നമ്മൾ നോക്കി തുടങ്ങാം എന്തായാലും. അതിന് മുമ്പത്തെ വരുമെന്ന് അറിയില്ല. തൽക്കാലം ജൂൺ തൊട്ടുള്ളത് നോക്കാം. ഇത് ജൂണുമായി ബന്ധപ്പെട്ടാണ് കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഡേവിഡ് വാർണർ ഏത് രാജ്യക്കാരനാണ് ഡേവിഡ് വാർണർ? ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ലോക രക്തദാന ദിനം എന്നാണ് ലോക രക്തദാന ദിനം? ജൂൺ 14 ജൂൺ 13, ജൂൺ 14, ജൂൺ 15, ജൂൺ 16, 14 രക്തദാന ദിനം 4 കേട്ടോ. ജൂൺ 14. ഇനി അടുത്തത് ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ബാലവേല വിരുദ്ധ ദിനം? അതും ജൂൺ മാസത്തിൽ തന്നെയാണ് വരുന്നത്. ജൂൺ 11, ജൂൺ 12, ജൂൺ 13, ജൂൺ 14 എന്നാണ് ബാലവേല വിരുദ്ധ ദിനം? ബി ഓപ്ഷനാണ്, ജൂൺ 12. അപ്പം നമ്മൾ ജൂൺ മാസത്തിൽ ഒരു പേജ് വിടുക. ജൂണിൽ കിട്ടുന്നതൊക്കെ നാഷണലും ഇൻ്റർനാഷണലും എഴുതി വയ്ക്കുക. ജൂലൈയിൽ കിട്ടണ ഒരു പേജ് വിട്ടിട്ട് ജൂലൈയിലത്തെ ഇൻ്റർനാഷണൽ ഡേയ്സ് എഴുതി വയ്ക്കുക. ഓഗസ്റ്റിൽ കിട്ടണത് ഓഗസ്റ്റിൽ എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ മാസത്തിലും അപ്ഡേറ്റ് ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആകുമ്പോൾ സുഖമാണല്ലേ. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു പോകല്ലേ വേണ്ടൂ. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ എഴുതി വെച്ചാൽ സമയം കിട്ടുമ്പോൾ ചെയ്യാം. സമയം ഇല്ല എന്നുള്ളത് നമ്മളൊരു എക്സ്ക്യൂസാണ്. എല്ലാത്തിനും നമ്മൾ വിചാരിച്ച സമയം കണ്ടെത്താൻ പറ്റും. നമ്മൾ എഴുതാനും പഠിക്കാനും നമുക്കിഷ്ടമുണ്ടോ നമ്മൾ സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തിയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തണില്ലേ? ഉണ്ടാവും, നമ്മളറിയാനായിട്ടാണ്. അപ്പോൾ അതേപോലെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവും. ഇപ്പോൾ നമുക്ക് 3 മാസം 4 മാസം കൂടുമ്പോൾ കൊല്ലത്തിൽ ചിലപ്പോൾ 3 എക്സാം വരെ വരാറുണ്ട് അല്ലേ. സെക്രട്ടറി ആണെങ്കിൽ വീണ്ടും സെക്രട്ടറിയും വരും, ജൂനിയർ ക്ലർക്കും വരും. അപ്പോൾ രണ്ടും നോക്കണവരാണെങ്കിൽ അതിനനുസരിച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓരോരോ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് വയ്ക്കുക. നമ്മുടെ കറക്റ്റായിട്ടുള്ള നോട്ട് തന്നെയാണ് നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരുപാട് സോഴ്സസ് ഉപയോഗിക്കണേക്കാൾ നമ്മൾ എഴുതി വെച്ച നോട്ട് നന്നായി പക്കയായി നമ്മൾ റിവൈസ് ചെയ്യേണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ മാത്രമേ നമുക്ക് ഫാക്ട്സ് പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. കുറേ നമ്മൾ കാണണോ, കുറേ നമ്മൾ എഴുതി വെക്കണോ, അതിലല്ല കാര്യം. ഉള്ളത് അടുക്കും ചിട്ടയോടും കൂടി എഴുതി അത് റിവൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. എന്താണ് പേര്? യുഗിൻ ഭാരത് മ്യൂസിയം കേട്ടോ. എവിടെയായിരിക്കും? ന്യൂഡൽഹി തന്നെയാണ് അല്ലേ. ന്യൂഡൽഹിയിലാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടതൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഈ യുഗിൻ ഭാരത് മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. റഷ്യയാണോ, അമേരിക്കയാണോ, ഫ്രാൻസ് ആണോ, UAE ആണോ? ആരാണ് സഹകരിക്കുന്ന രാജ്യം? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ് സഹകരിക്കുന്ന രാജ്യം കേട്ടോ. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസം മിത്രശക്തി, റിംപാക്ക്, വരുൺ, ഹാൻഡ് ഇൻ ഹാൻഡ്. ഏതാണ്? റിംപാക്ക് ആണ് കേട്ടോ. റിംപാക്കാണ് ഏറ്റവും ലോകത്തിൽ തന്നെ 29 രാജ്യങ്ങളോളം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. 29 രാജ്യങ്ങളോളം ഉൾപ്പെടുത്തിയിട്ടാണ് റിംപാക്ക് വലിയൊരു നാവികാഭ്യാസം നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് എന്നാണെന്നാണ് ചോദ്യം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് എന്നാണ് നിലവിൽ വന്നത്? ഓക്കെ, 2024 ജൂലൈ 1 നിലവിൽ വന്നതെന്ന് ഓർക്കുക. പിന്നെ കേന്ദ്ര വകുപ്പ് മന്ത്രിമാരെ നമ്മൾ സംസ്ഥാനം നോക്കിയിരിക്കണം, കൂടെ കേന്ദ്രവും കൂടി നോക്കി വയ്ക്കുക. കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആര്? പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, അർജുൻ റാം മേഘ്വാൾ, ജുവൽ ഓറം. ആരാണ് നിയമവകുപ്പ് അർജുൻ റാം മേഘ്വാളാണ് കേട്ടോ. നിയമവകുപ്പ് മന്ത്രി ആരാണ്? അർജുൻ റാം മേഘ്വാളാണ് നിയമവകുപ്പ് മന്ത്രി എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ പീയൂഷ് ഗോയലോ? അത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് കേട്ടോ. പീയൂഷ് ഗോയൽ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് കേട്ടോ. ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്.
പിന്നെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ്. ജുവലോറം ആരുടെയാണ്? ജുവലോറം മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് കേട്ടോ. ജുവലോറം ആരാണ്? മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, 51 ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ അംഗമാവും. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പോൾസ് അവിടെ ഈ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അവിടെ നമ്മൾ ഡെയിലി ചെയ്യണത് തന്നെയാണ്. ഡെയിലി നമ്മൾ പോൾസ് ഇടാറുണ്ട്. പിന്നെ റിവിഷൻ ടെസ്റ്റ് പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ട് നമ്മൾ എക്സാം പോലെ കണ്ടക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അംഗമാവുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലും വേണമെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അംഗമാവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.